ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കായി പോയി എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായിട്ട് ദച്ചൂട്ടൊരു സ്കൂളിലേക്ക് പോകണം കേട്ടോ. ദച്ചൂട്ടൊരു സ്കൂളിൽ നിന്ന് പാരൻസ് മീറ്റിംഗ് ആണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പാരൻസ് മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ടാകും. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ അടിക്കാനൊന്നും പാടില്ല എന്നാണല്ലോ ഓർഡർ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിനി എന്തൊക്കെ ടീച്ചേഴ്സിൻ്റെ പറയുന്നത് കേൾക്കണമെന്ന് ഓർത്തിട്ട് മോളോട് ചോദിച്ചു വരികയായിരുന്നു. എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോ, പഠിക്കുന്നുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടോ ഇല്ലമ്മ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ഞങ്ങളെ വിളിച്ചിട്ട് പോയത്. ഞങ്ങൾക്ക് തന്നേക്കുന്ന സമയം രാവിലെ 9:50 കേട്ടോ. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമുക്ക് എല്ലാവരും ഒരുമിച്ചിട്ടായിരിക്കും പാരൻസ് മീറ്റിംഗ് നടത്തുക. അപ്പോൾ മോശം അടയിൽ കുറ്റങ്ങളും കുറവുകളൊക്കെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് നമ്മൾ ദാട കെട്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ദച്ചൂസിൻ്റെ സ്കൂളിൽ അങ്ങനെയല്ല കേട്ടോ. ഓരോ പാരൻസിനും ഓരോ ടൈമിംഗ് ഉണ്ടാവും. ആ ടൈമിങ്ങിനനുസരിച്ച് അവിടെ എത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയിരുന്നു നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാം. വേറെ പാരൻസ് ഒന്നും അടുത്തുണ്ടായിരിക്കത്തില്ല. അമ്പാടിക്കോട്ടൻ അവിടെയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോ ക്ലാസ്സിലും ഓടി നടക്കുമായിരുന്നു. ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന എറേസറും പെൻസിലും ഒക്കെ എടുത്തിട്ട് കളിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. വീണ്ടും ഞാൻ പോയി പിടിച്ചുകൊണ്ട് വന്ന് ക്ലാസ്സിൽ കൊണ്ടിരുന്നു. വീണ്ടും ഓടും. ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ. അമ്പാടിക്കോട്ടൻ എന്തായാലും പാരൻസ് മീറ്റിംഗ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിരുത്തി കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ അവർക്ക് വേറെ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. അച്ഛനും അമ്മയും മാത്രമല്ലേ കേൾക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങളെ ടൈം വന്നപ്പോഴത്തേനും ഞങ്ങൾ പോയി ടീച്ചേഴ്സിനെ കണ്ടു കേട്ടോ. വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണത്തെ പോലെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ LKG പഠിക്കുമ്പോൾ കുറച്ച് കുസൃതരവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അന്നത്തെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പേടിയിലായിരുന്നു ഞാൻ പോയത്. പക്ഷേ എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇറങ്ങി കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേനും എല്ലാവർക്കും നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാനും ദച്ചൂസും പൂരിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അഞ്ചുചേട്ടനും പെരോട്ടയും അമ്പാടിക്കുട്ടനും ഇടിയപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട്. കറിയായിട്ട് പിന്നെ മട്ടൻ കറിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക് യു.